ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ദിസ് ഈസ് മൈ ഫസ്റ്റ് വീഡിയോ. ടുഡേ ഐ വിൽ ഷെയർ വിത്ത് യു ഹൗ ടു സ്റ്റഡി ഇൻ മദർഹുഡ് എറ. ഒരു 2 മാസം പ്രായമായ കുഞ്ഞിൻ്റെ ഉമ്മയാണ് ഞാൻ. പഴയ പോലെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ച് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനൊന്നും ആവില്ല. നമ്മൾ കുട്ടികൾക്കൊത്ത് മാറേണ്ടി വരും. നമ്മൾ ടു ഡു ലിസ്റ്റ് തന്നെ തയ്യാറാക്കുന്നത് അവരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന സമയത്ത് ഇത്ര പഠിച്ച് തീർക്കുക എന്നത് പോസിബിൾ അല്ല. പിന്നെ അതുമല്ല, നമ്മളൊരു ന്യൂ ലൈഫിലാണിപ്പോൾ. ടൈം മാനേജ് ചെയ്യാനൊക്കെ പഠിച്ചു വരുന്നുള്ളൂ. ഇറ്റ്സ് നോട്ട് സിമ്പിൾ നൗ. പതിയെല്ലാം ശരിയാക്കി വരണം. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. ഞാനിപ്പോൾ പഠിക്കാനിരിക്കുന്ന സമയം 2:30. ഉച്ചയ്ക്കല്ല കേട്ടോ. കുട്ടി ഉറങ്ങുമ്പോൾ ഉറങ്ങണമെന്ന് പറയുന്നത് കുറച്ചൊക്കെ നമ്മൾ കേൾക്കണം. കുട്ടി ഉറങ്ങുമ്പോഴെല്ലാം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പോയാൽ പിന്നെ ഉറക്കം ഉണ്ടാകില്ല. രാവിലെ മടിയും കൂടി ആകുമ്പോൾ ആ ബെഡിൽ നിന്ന് എണീക്കുക എന്നുള്ളത് അത്ര കേസുള്ള കാര്യമല്ല. കുട്ടി ഉറങ്ങുന്നപ്പോൾ ഞാനും അങ്ങ് ഉറങ്ങും. എങ്ങാനും രാത്രി ഉറങ്ങിയില്ല പിന്നെ ഞാൻ പെടില്ലേ? എൻ്റെ സമയം എന്നത് ഈ പാതിരാത്രി ആയിപ്പോയി. 3 മാസങ്ങൾക്ക് ശേഷമാണ് ബുക്ക് എടുക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ പ്രയാസമുണ്ട്. പഴയ സ്പീഡൊന്നുമില്ല. ഡിസംബറിൽ വരുന്ന ഡിഗ്രി സെക്കൻഡ് ഇയർ എക്സാമിനാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ BA സോഷ്യോളജിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ പഠിക്കുന്ന വിഷയം സോഷ്യൽ പ്രോബ്ലം ഇൻ ഇന്ത്യ. അത്യാവശ്യം കുറേ പഠിക്കാനുണ്ട്. തിയറി മാത്രമല്ല, അതിൻ്റെ കുറേ നൂലാമാലകൾ പഠിക്കാനുള്ളതുകൊണ്ട് അത്യാവശ്യം ടഫാണ്. ഇന്ന് ഞാൻ ഇപ്പോൾ പഠിക്കാനെടുത്തിരുന്ന ടോപ്പിക്ക് ജുവൈനൈൽ ഡെലിക്വൻസി. കുഴപ്പമില്ലാത്തൊരു ടോപ്പിക്കാണ്. അത്യാവശ്യം ഇൻട്രസ്റ്റഡ് ആണ്. അതിൽ നോട്ട് പ്രിപ്പയർ ചെയ്യൽ, വായിക്കൽ ഒക്കെ നല്ല ടൈം എടുക്കുന്നുണ്ട്. ഒരുപാട് പഠിക്കാനുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ പേടിയാവും. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ കഴിയുമോ? അതുമില്ല. എന്ന നടുവേദന ആയിരിക്കും. ഞാൻ വിചാരിച്ച ടോപ്പിക്ക് മുഴുവനായിട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായില്ല. പിന്നെ അതിനിടയിൽ കുട്ടി ഉണരും, ഫീഡിങ് ചെയ്ത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. കുഞ്ഞുണ്ടായെന്ന് വിചാരിച്ച് എല്ലാം മാറ്റി വയ്ക്കുന്നതിനേക്കാളും എത്രയോ ഭേദമാണ് റീസ്റ്റാർട്ട് ചെയ്തും ടൈം കണ്ടെത്തിയും പഠിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ കാണുന്നവരുടെ മുന്നിൽ നിൽക്കുന്ന ഒന്നാണല്ലോ ഗുഡ് എഡ്യൂക്കേഷൻ എന്നത്. മാരേജ്, ഫാമിലി ഒന്നും അതിനൊരു തടസ്സമല്ല. കുറച്ച് ടഫേറിയതാണ്. ബട്ട് നമ്മുടെ ഡ്രീം, അതിന് മുന്നിൽ അതൊന്നുമല്ല. നമ്മൾ നമ്മുടെ ഡ്രീം മുന്നിൽ കണ്ടാൽ മാത്രം മതി. നമുക്ക് ഉറച്ച കൂടും ഹാർഡ് വർക്കും റെഡിയാണെങ്കിൽ എവ്രി വൺ ആൻഡ് എവ്രിതിങ് നമുക്ക് അനുകൂലമാവും. ഇറ്റ്സ് ട്രൂ. ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ് വെൽ. ഒരു കുഞ്ഞുണ്ടായെന്ന് വിചാരിച്ച് ആരും ഒന്നും മാറ്റി വയ്ക്കരുത്. സമയം നമ്മളെ തേടി ഒരിക്കലും വരില്ല. നമ്മൾ സമയത്ത് വേണം തേടിപ്പോകാൻ. അതെല്ലാവരും മനസ്സിലാക്കണം. കുഞ്ഞുണങ്ങോ, കുഞ്ഞിന് ഫീഡിങ്, അങ്ങനെയുള്ള എക്സ്ക്യൂസുകൾ പറയുന്നതിന് പകരം നമ്മൾ നമുക്കായിട്ട് സമയം കണ്ടെത്തുകയാണ് വേണ്ടത്. വി ബിലീവ് അവർ സെൽഫ്. അതുപോലെ മനസ്സിലാക്കേണ്ട മറ്റൊന്നാണ്, ഒരു കരിയറും ഒരു ഗോളും നമ്മുടെ ഫാമിലിക്ക് മുകളിലല്ല. കുഞ്ഞിൻ്റെ ചൈൽഡ്ഹുഡ് നശിപ്പിച്ചോ ഫാമിലി മൊമെൻറ്റ്സ് ഇല്ലാതെയോ അല്ല കരിയർ ഗോളും ഒന്ന് സെറ്റ് ചെയ്യേണ്ടത്. ഇഫ് വി ഹാവ് ബിലീവ് ഇൻ അവർ സെൽഫ്സ്, ദേ ട്രസ്റ്റ് us, ദേ സ്റ്റാൻഡ് വിത്ത് us. സോ സമയം കിട്ടുമ്പോഴെല്ലാം പഠിക്കുക. ഇപ്പോൾ ഏകദേശം 4:30 ആയപ്പോഴേക്കും കുറച്ചേ പഠിക്കാനായുള്ളൂ. ബട്ട് ഐ ആം ഓക്കെ. കുഞ്ഞ് ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നോട്ട്സ് എഴുതിയതൊന്ന് വായിച്ച് കിടക്കാനായിട്ട് പോയി. അവന് ഫീഡ് ചെയ്ത് നമസ്കരിച്ചിട്ട് വേണം കിടക്കാൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്ക് ഇനി എൻ്റെ കൂടെ നിങ്ങൾ പഠിക്കാനിരുന്നുള്ളൂ. അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Bye and thank you.